Hi friends, Assalamualaikum. Again welcome back to our channel Delicious Cibo. അപ്പോൾ നമുക്ക് ഇന്നൊരു നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് കുറേ നുറുക്ക് ഗോതമ്പ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി കേട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സ്വീറ്റായ കാരണം കുട്ടികളും വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അത് 1 കപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറാണ് കേട്ടോ കുതിർത്താൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 250യുടെ കപ്പില്ലേ അതിലൊരു 1 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി അരിച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ഇനി അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് 125 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി, ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദ. ഇതാണ് നമ്മുടെ ഒരു കണക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 3 ചുവന്നുള്ളി, പിന്നെ ഒരു 4-5 ഏലക്കായയും കൂടെയാണ്. പിന്നെ വേണ്ടത് നല്ല ജീരകമാണ്. അത് ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ കേട്ടോ. 1 മുറി തേങ്ങേനെ ആവശ്യമുള്ളൂ, അതിന് കൂടുതലൊന്നും എടുക്കേണ്ട. പിന്നെ ശർക്കരയാണ്. ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പപ്പടം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പുണ്ട്, പിന്നെ തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളി, ശർക്കര, ഏലക്കായ, ഇത്ര ഐറ്റംസ് അരച്ചു. പിന്നെ ഞാൻ പപ്പടം പറയാൻ വിട്ടുപോയിട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മൈദയും അരിപ്പൊടിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയിൽ നമുക്ക് ഒരൊറ്റ ട്രിപ്പിന് ഇതെല്ലാം കൂടെ അരക്കാൻ പറ്റില്ല. ഒരു 2 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി അരിപ്പൊടിയും മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തീരെ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ തീരെ കട്ടയില്ലാതെ നല്ലൊരു ബേറ്ററാക്കി ഉണ്ടാക്കിയെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ നന്നായി ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സറിലൊന്ന് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒന്ന് മിക്സറിലിട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമുക്ക് കറക്റ്റ് കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ വെറും ശർക്കരപ്പാനി വെച്ചിട്ട് മാത്രമല്ല നമ്മൾ ഈ ബേറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ ഗ്യാസിന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്യപ്പം ഫസ്റ്റത്തത് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒരു കയ്യിലാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്ത് നോക്കിയത്. അപ്പോൾ അത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബേറ്റർ ലൂസ് ആയിരുന്നെങ്കിൽ ഈ നെയ്യപ്പം ആകെ പരന്നു പോയിരുന്നു. അപ്പോൾ നമ്മുടെ ബേറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നെയ്യപ്പം തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം പൊരിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരിക്കലും ഫ്രൈങ് പാനൊന്നും യൂസ് ചെയ്യരുത്. ഇതുപോലെ നല്ല കുഴിയുള്ള കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റുള്ള നെയ്യപ്പം കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നല്ല ഷേപ്പും കിട്ടുള്ളൂ. ഫ്രൈങ് പാനിലൊക്കെ ഒഴിച്ചാൽ അത് പരന്നു പോവും. പിന്നെ ഈ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പപ്പടം ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ പിന്നീട് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയിട്ടോ ഇതിന് ശേഷം. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊന്തി വന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പടം ഓപ്ഷനാണ്, നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്തോ, ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശമൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ച് കൊടുത്തു, അതും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത നെയ്യപ്പം കൂടിയും തയ്യാറാക്കാം. നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. കേക്കും പിന്നെ ജ്യൂസും എല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉപ്പുമാവാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഈ നെയ്യപ്പത്തിനൊരു റെസിപ്പി എനിക്ക് എൻ്റെ ചാച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തിന്ന് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വിചാരിച്ചു എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേറ്റർ കൊണ്ട് നമുക്കൊരു 20 നെയ്യപ്പമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്കൊരു 20 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നല്ല സ്വീറ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും തരണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.